വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. നമ്മള് ദൃശ്യം 3 കണ്ട്. ഇന്നലെയാണ് പോയി കണ്ടത്. ഇന്നലെ റീഗലില് പോയി കണ്ട. അതിന്റെ ഒരു ചെറിയ ഒരു വ്ലോഗ്, ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇടാം. ഓക്കെ, ദൃശ്യം 3 എന്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ആണിപ്പോ IMDb റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ 7.5 ഔട്ട് ഓഫ് 8. ഓക്കെ, 418 ഇതാണ് 7.5 കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് പറയുകയാണെങ്കിൽ എന്റെ റിവ്യൂ പറയുകയാണെങ്കിൽ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഡയറക്ടർ ജിത്തു ജോസഫ്, റൈറ്റർ ജിത്തു ജോസഫ് ഒക്കെ, പിന്നെ മോഹൻലാല്, പിന്നെ കുറെ പേരുണ്ട്. ന്യൂ ക്യാരക്ടേഴ്സ് വന്നിട്ടുണ്ട്, എന്തായാലും അതില് വന്നിട്ടുണ്ട്. ഓക്കെ, ആശാചരത്ത്, മീന കൃഷ്ണപ്രഭ, വീണ നന്ദകുമാർ, എസ്തർ അനിൽ, അൻസിവാസൻ, സിദ്ദിഖ്, പിന്നെ കുറെ പേര്. ഇവരൊക്കെ ഉള്ളതാണ്. മുരളി ഗോപി, ശ്രീകാന്ത്, അജിത്ത്, ആന്റണി പെരുമ്പാവൂർ, ഗണേഷ് കുമാർ, കുറെ പേര് ഒക്കെ ഇവരൊക്കെയാണ് അതില് ഉള്ള കാസ്റ്റിംഗ് ആണല്ലോ. കുറെ പേര് എല്ലാവർക്കും അറിയുന്നതാണല്ലോ. ഓക്കെ, ഇതിപ്പോ പറയുകയാണെങ്കിൽ അത്യാവശ്യം ദൃശ്യം 3 നല്ലൊരു മൂവി തന്നെയാണ്. ഓക്കെ, നിങ്ങൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് അടിപൊളി, പിന്നെ സെക്കൻഡ് ഹാഫ് ഒക്കെ എത്തുമെന്ന് വെച്ചാൽ ട്വിസ്റ്റ്. പക്ഷെ ഇതിന്റെ കേസ് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് എന്തായാലും ഓൾറെഡി അറിയുന്നുണ്ടാവും കണ്ടവർക്ക്, ഇനിയും കഥ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. പക്ഷെ ഈ ഒരു ദൃശ്യം 3 ഞാൻ പ്രത്യേകിച്ച് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിന്റെ ഒരു എൻഡിങ് ആയിരുന്നു. ഓക്കെ, എല്ലാവരും എനിക്കൊന്നും അങ്ങനെ തന്നെയാണ് വിചാരിച്ചിട്ടുണ്ടാവുക. പക്ഷെ ഇവിടെ എൻഡിങ് ആക്ച്വലി ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ സെക്കൻഡ് ഹാഫിൽ എന്ന് പറഞ്ഞാല് അച്ഛനെ ട്വിസ്റ്റ് ആണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യങ്ങളാണ് ഫുള്ള്. ലൈക്ക് 2-3 പ്രാവശ്യമാണ് ഇങ്ങനെ സീനായിട്ട് പോയത്. പറയുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കഥയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, പക്ഷെ ഞാന് ഇത് കാണാൻ പോകുമ്പോ എക്സ്പെക്ട് ചെയ്തത് എല്ലാരും എനിക്ക് അങ്ങനെയായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവണം, 3 എൻഡ് ആവും എന്നുള്ള രീതിയിൽ. ഓക്കെ, ഓക്കെ, അപ്പോ 3 എൻഡ് ആവുന്നതല്ല. ഓക്കെ, 4ഉം 5ലേക്ക് പോവോ എനിക്കറിയില്ല. ഇനി നമ്മള് ഈ അടുത്തേലും എൻഡ് ആവുന്നുള്ള രീതിയിലാണല്ലോ വിചാരിക്കുക. പക്ഷെ ഓക്കെ, അപ്പോ സെക്കൻഡ് ഹാഫും കിടിലം. തിയേറ്ററിൽ നമ്മള് കിടിലം എക്സ്പീരിയൻസ്. ഫസ്റ്റ് ഹാഫും കിടിലം എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ നിങ്ങൾ മസ്റ്റ് വാച്ചാണ്. പോയി തിയേറ്ററിൽ പോയി കണ്ട്, പിന്നെ സ്പോയിലേഴ്സ് ഒന്നും ഇറക്കാതിരിക്കുക. അത്രേ ഉള്ളൂ. ഇൻസ്റ്റഗ്രാമിലൊക്കെ ആയിട്ട്. അപ്പോ ഞാൻ 5 മണിന്റെ ഷോ ആണ് കണ്ടത്. ഫസ്റ്റ് ഡേ കണ്ടു, പക്ഷെ വൈകുന്നേരമാണ് ടിക്കറ്റ് ഒക്കെ കിട്ടിയത്. ഞാൻ ആദ്യം കയറി ബുക്ക് ചെയ്തായിരുന്നു. അപ്പോ വൈകുന്നേരം ഞാനെന്റെ ഫ്രണ്ടും കൂടിയാ പോയി കണ്ടേ. ഏകദേശം 8 മണി കഴിഞ്ഞ് കഴിയാൻ. അപ്പോ മൂവി ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ അടിപൊളി മൂവിയാണ്, തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട മൂവി തന്നെയാണ്. പക്ഷെ കഥയുണ്ട്, നല്ല രീതിക്ക് സെറ്റ് ആയിട്ടുണ്ട്. പക്ഷെ നമ്മള് അത്രയും ഈ ജോർജ് കുട്ടി എന്ന് പറയുന്ന ക്യാരക്ടർ ഈ മോളെ രക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകും. അങ്ങനത്തെ ഒരു രീതിയിലെ സെറ്റ് സംഭവമാണ്. പക്ഷെ ലാസ്റ്റ് എൻഡ് ചെയ്ത് വെച്ചത് ഇനിയിപ്പോ അതുകൊണ്ടാണ് നമുക്ക് അറിയുന്നത് അടുത്ത നെക്സ്റ്റ് കഥ ഉണ്ടാവും ആണ്. പിന്നെ ഇവര് ആദ്യം പറഞ്ഞ ജിത്തു ജോസഫും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അധികം എക്സ്പെക്ട് ചെയ്യണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ഇത് കണ്ടത്. പിന്നെ ഷസാമിന്റെ റിവ്യൂ കണ്ടിട്ടായിരുന്നു പോയത്. പക്ഷെ ഷസാമിന് അങ്ങനെ അത്രയ്ക്ക് ഇതാക്കാൻ ഇതെന്താ അറിയില്ല. പക്ഷേ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. എനിക്ക് എന്തായാലും മൂവി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സംഭവം നല്ലൊരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്ന മൂവിയാണ്. പക്ഷെ എനിക്ക് ഞാൻ തിയേറ്ററിൽ കാണുമെന്നൊന്നും അറിയത്തില്ല. പക്ഷെ ഞാൻ തെറി വിളിക്കും മച്ചാനെ.
എനിക്കില്ലേ ഞാൻ ഈ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു. ഫസ്റ്റ് ഹാഫില് ചെറുതായിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാല് നമ്മുടെ സ്പീക്കേഴ്സിലെടാ ഇടക്ക് വെച്ച് കട്ടാവണ്. അത് ഫസ്റ്റ് ഹാഫിൽ അങ്ങനെ ഉണ്ടായില്ല, ഇടക്ക് ഉണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് എത്തിയപ്പോ ഒരു പോർഷൻ എത്തിയപ്പോ ഉണ്ട് ഫുള്ള് ഇടക്കിടക്ക് ഇങ്ങനെ വോയിസ് കെട്ടാവുന്ന. എന്നിട്ട് ആ ഡയലോഗ് ഒന്നും കേൾക്കാൻ പറ്റിയില്ല. ഓക്കെ, അങ്ങനത്തെ ഇതാണ്. അത് ഞാൻ പിന്നെ അത് മറന്നുപോയി. ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് മറന്നുപോയി സംഭവം. അല്ലെ തിയേറ്റർ ആയിട്ട് എന്തെങ്കിലും പറഞ്ഞേനെ സത്യം പറഞ്ഞാ. എടാ അതാണ് എനിക്കൊരു ഷോക്ക് അടിച്ചത്. അത് മാത്രമേ എനിക്ക് ഷോക്ക് അടിച്ചിട്ടുള്ളൂ. എടാ അതെന്താ അവര് പറഞ്ഞതെന്ന് എനിക്ക് ക്ലിയർ അല്ലടാ. ക്ലിയർ അല്ല വെച്ചാ അത് കേട്ടിട്ടില്ല, അവിടെ മ്യൂട്ടായി പോയി. എന്തുകൊണ്ടാ മ്യൂട്ടായിന്ന് ആ സ്പീക്കറിന് അവിടെ ഞാന് സ്പീക്കറില് മൂന്നാമത്തെ തിയേറ്ററല്ലേ, അവിടെ പോയി കണ്ട. പക്ഷെ അത് ഷോക്ക് അടിച്ചു. അത് മാത്രമാണ് എനിക്ക് ഷോക്ക് അടിച്ചത്. അല്ലാതെ സിനിമ അടിപൊളിയാണ്, സംഭവം അടിപൊളിയാണ്. പക്ഷെ അവിടെ എന്താണ് പറഞ്ഞതെന്ന് അറിയില്ല. ഇതിപ്പോ OTT വരുമ്പോഴേ നോക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമുക്ക് കഥ മനസ്സിലായിട്ടുണ്ട്, സംഭവം ഒക്കെ മനസ്സിലായിട്ടുണ്ട്. അതൊക്കെ മെയിൻ ആ ടൈമിലാണ്, ആ സീന് സമയത്താണ് ഇങ്ങനത്തെ ഇത് പറ്റിയത്. അത് മാത്രമാണ് എനിക്ക് പറയില്ല. അവിടെ നിന്ന് പോകാനൊക്കെ തുടങ്ങി പിന്നെ അവർ റെഡിയാക്കി തോന്നുന്നു. ഓക്കെ, പിന്നെ വലിയ സീൻ ഉണ്ടായില്ല. രണ്ടു മൂന്ന് പ്രാവശ്യം ഇങ്ങനെ വന്നോണ്ടിരുന്നു. പിന്നെ എടാ നമ്മൾ അത്രയും ഇതായിട്ട് കണ്ടോണ്ടിരിക്കുക സിനിമ. അതിന്റെ ഇടയ്ക്കുണ്ട് സൗണ്ട് കട്ട് ചെയ്തിരിക്കുന്നു. സോ സ്പീക്കറിന് എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കണം. ഓക്കെ, സോ തിയേറ്ററിൽ പോയി കാണാം. നിങ്ങളെ റിവ്യൂസും കാര്യങ്ങളൊക്കെ പറയാം. ഇനിയും റിവ്യൂസ് വരുന്നുണ്ട്. കേട്ടല്ലോ, ഏതാണെന്ന് അറിയാലോ. ബ്രേക്കിംഗ് ബാഡ് ആക്ച്വലി എപ്പോഴാണ് കാണുന്നത്. ഞാൻ ശരിക്കും മുന്നേ എപ്പോഴോ ഞാൻ ഡൗൺലോഡൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡൗൺലോഡും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച് പിന്നെ അത് കാണാൻ മറന്നുപോയി. ഞാൻ മറന്നുപോയി ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഞാൻ അത് കണ്ടു തീർത്തു. സീസൺ 5 വരെ ഫുള്ള് കണ്ടു തീർത്തു ബ്രേക്കിംഗ് ബാഡ്. എപ്പോഴോ ഇറങ്ങിയ സാധനമാണെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ എപ്പോഴാണ് കണ്ടു തീർത്തത്. പക്ഷെ അടിപൊളി സാധനമാണ്. സോ അതിന്റെ റിവ്യൂ വരും. സോ നിങ്ങൾ ദൃശ്യം 3 കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ഡൗൺ ചെയ്യുക, എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ബൈ ഗൈസ്, പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അടുത്ത റിവ്യൂ ആയിട്ട് വരാം. ഓക്കെ.